വൈജയന്തി എന്ന തന്റെ അമ്മയുടെ മകളാണ് അലീന എന്ന് രോഹിത് തിരിച്ചറിയുന്നുണ്ട്. അതിൽ പിന്നെ അലീനെ കാണാനായിട്ട് രോഹിത് സ്റ്റാലിയുടെ വീട്ടിലെത്തുകയും ഒരു ദിവസം അലീനയോടൊപ്പം സ്റ്റാലിയുടെ വീട്ടിൽ നിന്ന ശേഷം രോഹിത് കടപ്പാട്ടൂരിലെത്തുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ സ്റ്റോറിയാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അങ്ങനെ വീട്ടിലെത്തിയ രോഹിത് നേരെ മുറിയിൽ കയറി വാതിലടയ്ക്കും. എന്നിട്ട് അവൻ ചിന്തിക്കും, പാവച്ഛൻ, അച്ഛനെ ഞാൻ എന്തുമാത്രം തെറ്റിദ്ധരിച്ചു. അച്ഛന് പിഴച്ചുണ്ടായ മകളാണ് അലീന ചേച്ചി എന്നല്ലേ ഞങ്ങൾ ഇത്രയും കാലം കരുതിയത്. എന്നാൽ അത് അമ്മയ്ക്ക് പിഴച്ചുണ്ടായ മകളാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അമ്മ അച്ഛനെ ഇത്രയും കാലം വിഡ്ഢിയാക്കി. സ്റ്റാലിയുമായിട്ട് അമ്മ പ്രണയത്തിലായതും അതിലൊരു കുഞ്ഞു ജനിച്ചതെല്ലാം അമ്മ മറിച്ചു പിടിച്ച് എല്ലാരും വിഡ്ഢിയാക്കി എന്നൊക്കെ ഓർത്ത് അവൻ റൂമിലിരിക്കുമ്പോ വൈജയന്തി വന്ന് വാതിലിൽ മുട്ടും. ഹാ, അമ്മയോ? അതേടാ, ഞാൻ തന്നെ. ഇന്നലെ നീ എവിടെയായിരുന്നടാ? ഞാൻ നിന്നെ വിളിച്ചപ്പോ നീ എന്താ ഫോൺ എടുക്കാഞ്ഞേ എന്ന് വൈജി ചോദിക്കുമ്പോ രോഹിത് പറയും, ഞാൻ ഇന്നലെ അലീന ചേച്ചിയെ കാണാൻ പോയതാ. ചേച്ചി നിർബന്ധിച്ചപ്പോ ഞാൻ ഇന്നലെ അവിടെ നിന്നു. നാണുണ്ടോടാ ആ പിഴച്ചവൾ ജോലി ചെയ്യുന്ന വീട്ടിലൊക്കെ പോയി നിക്കാനായിട്ട്? നീ കുടുംബത്തിനെ പറയിപ്പിക്കും. ദേ അമ്മേ, അലീന ചേച്ചി അമ്മ പിഴച്ചവളെന്നൊക്കെ വിളിക്കുന്നുണ്ടല്ലോ. അതിനു മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അമ്മയ്ക്ക് നെഞ്ചിൽ കൈവച്ചിട്ട് പറയാൻ പറ്റുമോ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്? സത്യസന്ധ്യയാണോ അമ്മ? ഒരു കളങ്കവും തീണ്ടാത്ത സ്ത്രീയാണോ എന്നവൻ ചോദിക്കുമ്പോ വായിച്ച് അവിടെ പകച്ചു നിൽക്കും. ഈശ്വര, ഇവ സത്യങ്ങൾ അറിഞ്ഞു കാണുമോ? ഇവൻ എന്തൊക്കെയോ അറിഞ്ഞ മട്ടിലാണല്ലോ സംസാരിക്കുന്നത് എന്നൊക്കെ ഓർത്ത് വായിച്ചാകെ പരുങ്ങുന്നുണ്ട്. അങ്ങനെ വൈജയുടെ ചിന്ത തന്റെ പഴയകാല പ്രണയത്തിലേക്ക് പോകും. ഗംഗയുടെ കൂടെയായിരുന്നു താൻ ആഗ്രയിൽ താമസിച്ചത്. അവിടെ വെച്ച് ശാലിയെ പ്രണയിച്ചതും ഒരുമിച്ച് താമസിച്ചതുമായ എല്ലാ നിമിഷങ്ങളും വായിച്ചവിടെ ചിന്തിക്കും. അപ്പൊ രോഹിത് ചോദിക്കും, അമ്മേന്റെ ചോദ്യത്തിന് ഒന്നും പറഞ്ഞില്ല. അത് പിന്നെ മോനെ, എനിക്ക് എന്താന്നറിയില്ല, വല്ലാത്തൊരു തലവേദന. ഞാൻ റൂമിലേക്ക് പോവാണ് എന്ന് പറഞ്ഞ് വായിച്ച വേഗം തന്റെ റൂമിൽ കയറി വാതിലടയ്ക്കാണ്. അന്നേരം രോഹിത് തനിയെ പറയും, അമ്മ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറിയതാണ്. അമ്മയ്ക്ക് ഒരിക്കലും നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റില്ല താനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. ഇന്നല്ലെങ്കിൽ നാളെ അമ്മ സത്യങ്ങൾ അറിയും. അന്ന് അമ്മ അലീന ചേച്ചിയോട് ചെയ്ത ഈ ക്രൂരതകളോർത്ത് പൊട്ടി കരയേണ്ടി വരും എന്നൊക്കെ അവൻ ഇങ്ങനെ പറയാണ്. അങ്ങനെ റൂമിലെത്തിയ വൈജ നിറ കണ്ണുകളോടെ ശാലിയെ കുറിച്ചും തന്റെ പ്രണയത്തെ കുറിച്ചൊക്കെ ചിന്തിക്കും. ബാലേന്ദ്രൻ എന്നോട് ഈ ദേഷ്യം കാണിക്കുന്നത് ഇനി വല്ലതും അറിഞ്ഞിട്ടാകുമോ? ഞാനും ശാലിയും തമ്മിലുണ്ടായ ബന്ധത്തെ പറ്റി വല്ല സൂചനയും കിട്ടി കാണുമോ? അതേപറ്റി ചിന്തിക്കുമ്പോഴെല്ലാം വൈജയന്തിയുടെ സ്വസ്ഥത നഷ്ടപ്പെട്ടു. സ്റ്റാലി ഇപ്പൊ എവിടെയുണ്ടെന്ന് പോലും അറിയില്ല. 24 വർഷങ്ങൾക്ക് മുമ്പ് അറ്റുപോയ ബന്ധാണ്. ഇനി എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ അയാളെ കാണാൻ ഇടവരരുത്. അത്രത്തോളം ഞാൻ അയാളെ വെറുക്കുന്നു. തന്നെ സംബന്ധിച്ചോളം ആ മുഖം വഞ്ചനയുടെയും ക്രൂരതയുടെയും മുഖാണ്. സ്റ്റാലിയുടെ വരവും പ്രതീക്ഷിച്ച് ആ വാടക വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് നിന്നു. അതും 8 മാസം പൂർണ്ണ ഗർഭിണി. 10 ദിവസം കൊണ്ട് നാട്ടിൽ പോയിട്ട് തിരിച്ചു വരാന്ന് പറഞ്ഞ സ്റ്റാലി പോയത്. 10 ദിവസം കഴിഞ്ഞിട്ടും അയാള് വന്നില്ല. സ്നേഹിച്ച പുരുഷനെ കണ്ണടച്ച് വിശ്വസിച്ച നിർഭാഗ്യവതി. അയാൾ എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ 10 ദിവസത്തിനകം അയാൾ വന്നേനെ. ഇത് 11ാം ദിവസമായപ്പോ വാടക വീട്ടിന്റെ വാതിൽ മുട്ടി വിളിച്ചത് അത് സ്റ്റാലി ആയിരുന്നില്ല, മറിച്ചത് ഗംഗേണ്ണും ശിവേണ്ണും ആയിരുന്നു. തന്റെ നിറവയർ അവരുടെ എല്ലാ ചോദ്യത്തിനും മറുപടി ആയിരുന്നു. അതിനാൽ അവരുടെ ഭാഗത്തു നിന്ന് ചോദ്യങ്ങളൊന്നും ഉണ്ടായില്ല. ഉടൻ വാടക വീട് വിട്ട് ഇറങ്ങാനായിരുന്നു ഗംഗയുടെ കൽപ്പന. സ്റ്റാലി തിരിച്ചു വരാതെ ഒരു ഇഞ്ച് പോലും ഞാൻ നീങ്ങില്ല. കൊന്നാലും ഞാൻ കൂടെ വരില്ല. ഒരു ജീവിതം ഉണ്ടെങ്കിൽ അത് സ്റ്റാലിയോടൊപ്പം മാത്രം, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും. തന്റെ സമ്മതം ഇല്ലാതെ തന്നെ കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് ഗംഗയുടെ ശിവേണ്ണയ്ക്ക് മനസ്സിലായി. പക്ഷേ സ്റ്റാലി എവിടെ? ഒരു ഫോൺ കോൾ ഇല്ല, ഒരടയാളവും ഇല്ല. 3 ദിവസം ഞാൻ കാത്തു. ഗംഗയുടെ ശിവേണ്ണും 3 ദിവസത്തോളം ഹോട്ടൽ മുറിയിലാണ് താമസിച്ചേ. അങ്ങനെ 3ാം ദിവസം ഗംഗയുടെ ശിവേണ്ണും വീണ്ടും വന്നു. സ്റ്റാലി എവിടെ? അവൻ വന്നില്ലല്ലോ. ഇനി നീ ഒരു കാര്യം ചെയ്, പൂർണ്ണ ഗർഭിണിയായി നീ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കണ്ട, നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകാം എന്ന് ഗംഗേട്ടൻ പറഞ്ഞു. ഇല്ല ഗംഗേട്ടാ, ഞാൻ വരുന്നില്ല. നേരെ പുനലൂരിലേക്ക് പോകണമെന്നും സ്റ്റാലിയെ കാണണമെന്നും താൻ വാശി പിടിച്ചു. വൈജയ്, സ്റ്റാലി വരട്ടെ. അവൻ വന്നാലുടൻ നമുക്ക് അവന്റെ അടുത്തേക്ക് പോകാം. നീ ഇപ്പൊ ഞങ്ങളുടെ കൂടെ വരണം. ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്നത് അത് നല്ലതിനല്ല എന്നൊക്കെ പറയുമ്പോ വൈജയ് ഗംഗേന്റെ ശിവേന്റെ കൂടെ നാട്ടിലേക്ക് പോകും. അന്ന് അവർ ഈ നാണക്കേടൊക്കെ കാരണം കൈതയ്ക്ക് വീട്ടിലേക്ക് പോകാതെ നേരെ പോയത് തിരുവനന്തപുരത്തുള്ള രാവുണ്ണിമാമന്റെ വീട്ടിലേക്കാണ്. അങ്ങനെ രാവുണ്ണിമേനോന്റെ വീട്ടിലെത്തി 2 ദിവസത്തിനകം തന്റെ അച്ഛൻ കുഞ്ഞിരാമമേനോൻ വന്നു. അച്ഛന്റെ കാലിൽ വീണ് അന്ന് മാപ്പ് യാചിച്ചതൊക്കെ അവൾ നിറ കണ്ണുകളോടെ ചിന്തിക്കും. സ്റ്റാലിയോടൊപ്പം ജീവിക്കാൻ അന്ന് താൻ ആരൊക്കെയാണ് അപമാനിച്ചത്? ആരുടെല്ലാം മുഖത്താണ് കാര്യമായിട്ട് തേച്ചത്? ആരൊക്കെയാണ് ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറായത്? ഇത്രയൊക്കെ ഞാൻ ചെയ്തു കൂട്ടിയിട്ടും അച്ഛൻ എന്നെ സമാധാനിപ്പിച്ചു. സ്റ്റാലിയോടൊപ്പമുള്ള ജീവിതം മതിയെന്ന് വാശി പിടിച്ചപ്പോ
അച്ഛൻ അത് നടത്തി തരാന്ന് പറഞ്ഞു. സ്റ്റാലിയുടെ വീട്ടുകാരുമായി അച്ഛനും ഗംഗേണ്ണും ശിവേണ്ണും രാവുണ്ണിമാമനും അന്ന് സംസാരിക്കാനായിട്ട് സ്റ്റാലിയുടെ നാട്ടിലേക്ക് പോയി. അന്ന് അവർക്ക് അവിടെ നേരിടേണ്ടി വന്നത് പരിഹാസവും കുറ്റപ്പെടുത്തലും. ഈ വിവാഹത്തിന് സ്റ്റാലിയുടെ വീട്ടുകാർക്ക് അന്ന് സമ്മതല്ലായിരുന്നു. അവരെന്റെ വീട്ടുകാരെ അപമാനിച്ചു വിട്ടു. പോരാത്തതിന് മറ്റൊരു പെൺകുട്ടിയുമായി സ്റ്റാലിയുടെ വിവാഹം ഉറപ്പിച്ചെന്ന് പറഞ്ഞു. ഇത്രയും അറിഞ്ഞപ്പോ അത് അന്ന് എനിക്ക് സഹിക്കാനായില്ല. എന്റെ സങ്കടം കണ്ട് ഗംഗേട്ടൻ പറഞ്ഞു, 2 ദിവസം കഴിയട്ടെ, ഞങ്ങൾ ഒന്നുകൂടി അവിടെ പോകാം, നിനക്ക് വേണ്ടി അവരുടെ കാല് പിടിക്കാം, നീ വിഷമിക്കാതിരിക്കി എന്നൊക്കെ പറഞ്ഞ് അവര് തന്നെ ഒരുവിധം സമാധാനിപ്പിച്ചു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോ അവര് വീണ്ടും സ്റ്റാലിയുടെ വീട്ടിലേക്ക് പോയി. അന്ന് അവർ തിരിച്ചു വന്നത് ഞെട്ടിക്കുന്ന വാർത്തയുമായിട്ടായിരുന്നു. ഇടവക പള്ളിയിൽ വെച്ച് സ്റ്റാലിയുടെ മിന്നുകെട്ട് കഴിഞ്ഞെന്ന് വിവാഹത്തിന്റെ ഇൻവിറ്റേഷൻ കാർഡും അവര് തന്നെ കാണിച്ചു. അതോടുകൂടി താൻ മാനസികമായിട്ട് തളർന്നു. അന്ന് തനിക്ക് 9ാം മാസം പൂർത്തിയായിരുന്നു. 4 ദിവസം കഴിഞ്ഞാൽ ഡെലിവറി ഡേറ്റ് പറഞ്ഞത്. അങ്ങനെ ഒരു ടെൻഷൻ എല്ലാം കൂടി ആയപ്പോ തനിക്ക് ഡെലിവറി പെയിൻ വന്നു. അവരെല്ലാം തന്നെ കാറിൽ കയറ്റി. കാറിൽ ഇരുന്ന് ഞാൻ നിലവിളിക്കുകയായിരുന്നു. അങ്ങനെ താൻ ഉണർന്നപ്പോ ആശുപത്രിയിൽ തനിക്ക് എന്ത് സംഭവിച്ചു? അച്ഛനും ഗംഗേന്റെ എവിടെ? വയറ് ചുരുങ്ങിയിരിക്കുന്നല്ലോ. പ്രസവം കഴിഞ്ഞു കാണുമോ? എന്റെ കുഞ്ഞെവിടെ? അങ്ങനെയുള്ള 100 ചോദ്യങ്ങളായിരുന്നു തന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ നേഴ്സ് വരുമ്പോ വൈജി ചോദിക്കും, എന്റെ പ്രസവം കഴിഞ്ഞോ എന്നവള് ചോദിക്കുമ്പോ ആ നേഴ്സ് വൈജിയെ സഹതാപത്തോടു കൂടി നോക്കിയിട്ട് പറയും, അതെ കഴിഞ്ഞു. 2ൽ ഒരാളുടെ ജീവൻ മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് ഉറപ്പായപ്പോ ഓപ്പറേഷൻ നടത്തേണ്ടി വന്നു. എന്താ നിങ്ങൾ പറഞ്ഞത്? 2ൽ ഒരാളുടെ ജീവൻ എന്ന് പറയുമ്പോ ഞാൻ ജീവനോടെ ഉണ്ടല്ലോ. അപ്പൊ എന്റെ കുഞ്ഞ് മരിച്ചെന്നാണോ? അതെ മേഡം, ഡോക്ടർ സ്ഥിരീകരിച്ചു. ഒടുവിൽ പേഷ്യന്റിന്റെ ജീവനെങ്കിലും രക്ഷിക്കണമെന്നായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. ഒഴിഞ്ഞ വയറിന്മേൽ കൈവച്ച് മരവിച്ച അവസ്ഥയിൽ കുറച്ചു നേരം അനങ്ങാതെ കിടന്നു. ശിവേണ്ണ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. വൈജയ്, നീ വിഷമിക്കാതിരിക്കി, നിന്റെ കൂടെ ഞങ്ങളൊക്കെ ഉണ്ട്. അമ്മയെ രക്ഷിക്കണോ കുഞ്ഞിനെ രക്ഷിക്കണോ എന്ന് ഡോക്ടർ ചോദിച്ചപ്പോ ഞങ്ങൾക്ക് നിന്റെ ജീവനായിരുന്നു പ്രധാനം. അതുകൊണ്ട് ഞങ്ങൾ നിന്നെ രക്ഷിക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ വൈജി ചോദിക്കും, എവിടെ എന്റെ കുഞ്ഞ്? എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. സ്റ്റാലി വരുമ്പോ കുഞ്ഞെവിടെന്ന് ചോദിക്കുമ്പോ ഞാൻ എന്ത് മറുപടി പറയും എന്നവള് ചോദിക്കുമ്പോ, എന്ത് ചെയ്യാനാ വൈജയ്, നമ്മുടെ മുമ്പിൽ വേറെ വഴിയില്ലായിരുന്നു. ഇനിയിപ്പോ നീ അത് ചിന്തിക്കാതെ എല്ലാം കഴിഞ്ഞില്ലേ, നീ റെസ്റ്റ് എടുക്ക് എന്നൊക്കെ പറഞ്ഞ് ശിവേണ്ണ അങ്ങ് പോകും. അന്നേരം വൈജി ചിന്തിക്കും, സ്റ്റാലി ആഗ്രഹിച്ചതുപോലെ അതൊരു പെൺകുഞ്ഞായിരുന്നോ? സിസ്റ്ററെ, എന്ത് കുഞ്ഞായിരുന്നു എന്നവള് ചോദിക്കുമ്പോ നേഴ്സ് പറയും, പെൺകുഞ്ഞായിരുന്നു. ഇത് കേട്ടതും വൈജിക്ക് സങ്കടം കൂടി. എനിക്ക് എന്റെ സ്റ്റാലിയെ കാണണം, ആ നെഞ്ചിൽ കിടന്ന് പൊട്ടിക്കരയണം. അന്നേരം തന്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് സ്റ്റാലിയുടെ വിവാഹത്തിന്റെ ഇൻവിറ്റേഷൻ കാർഡ് വന്നു. പെട്ടെന്ന് അവളുടെ മുഖഭാവം മാറി. പ്രണയെല്ലാം മാറി പകരം ദേഷ്യായിരിക്കും. ഇത്രയും കാലം പ്രണയിച്ചു, അയാളുടെ കൂടെ താമസിച്ചു. ഇപ്പോൾ അയാൾക്ക് എന്നെ വേണ്ട. സ്റ്റാലി, നിങ്ങൾക്ക് എന്നോട് ചതി ചെയ്യണമായിരുന്നോ? എന്റെ ജീവനേക്കാളേറെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതല്ലേ? നിങ്ങൾക്ക് വേണ്ടി എന്റെ വീട്ടുകാരെ പോലും ഞാൻ ഉപേക്ഷിച്ചു എന്നൊക്കെ ഓർത്ത് വൈജട പൊട്ടിക്കരയും. അങ്ങനെ ഒരുപാട് കാലം താൻ ജീവശവമായിട്ടാണ് ജീവിച്ചത് എന്നൊക്കെ വൈജ അവിടെ ഇങ്ങനെ ഓർത്ത് പൊട്ടിക്കരയുന്നുണ്ട്. അങ്ങനെ വൈജ വീണ്ടും ചിന്തിക്കും, 2 മാസത്തോളം താൻ രാവുണ്യമ്മാവിന്റെ വീട്ടിലാ താമസിച്ചത്. പിന്നീട് ഗംഗേട്ട വന്ന് തന്നെ ഡൽഹിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. 4 ചുവരുകൾക്കുള്ളിൽ 1 വർഷത്തോളം ആശകളില്ല, നിരാശകളില്ല, പ്രതീക്ഷകളില്ല, ദുഃഖവുമില്ല. ശൂന്യമായി പോയ മനസ്സ് ആരുടെയോ നിർദ്ദേശം അനുസരിച്ച് ചലിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു. അങ്ങനെ ഇരിക്കെ 1 വർഷത്തിന് ശേഷം അച്ഛൻ എന്നെ വന്ന് കൊല്ലപ്പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഒരു കണക്കിന് നോക്കിയാ എന്റെ അച്ഛനും വീട്ടുകാരെല്ലാം സ്തുതിക്കുകയാണ് വേണ്ടത്. ഞാൻ ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിയിട്ടും അവരെന്നെ വെറുത്തില്ലല്ലോ. അങ്ങനത്തെ എന്റെ ഒരു അവസ്ഥ കണ്ട് അച്ഛനാണ് എനിക്ക് ജോലി വാങ്ങി തന്നത്. അതിനുശേഷം താൻ ജോലിക്ക് പോയി തുടങ്ങി. പിന്നീട് അച്ഛനും ഏട്ടന്മാരും ചേർന്ന് എന്റെ കല്യാണം നടത്താൻ തീരുമാനിച്ചു. എന്നാ ഇനി തന്റെ ജീവിതത്തിൽ ഒരു വിവാഹമില്ലെന്നും, വിവാഹം എന്ന് പറയുമ്പോ തനിക്ക് സ്റ്റാലിയാണ് ഓർമ്മ വരിക, തന്നെ ചതിച്ച സ്റ്റാലിയുടെ മുഖം എന്നൊക്കെ പറഞ്ഞ് താൻ അന്ന് പല വിവാഹാലോചനകളും വേണ്ടെന്ന് വച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കാണ് ബാലേന്ദ്രൻ വിവാഹാലോചനയുമായി വന്നത്. ആളിന് പണ്ട് മുതലേ എന്നെ അറിയാം. അച്ഛന്റെ ആശ്രിതന്റെ മകനായിരുന്നു. പണ്ടൊരിക്കൽ ബാലേന്ദ്രൻ തനിക്ക് പ്രേമലേഖനം തന്നിട്ടുണ്ട്. അന്ന് അത് കണ്ട് അച്ഛൻ ബാലേന്ദ്രന്റെ ചെകിടത്തടിച്ചു വിട്ടു. അന്ന് അതിൽ തനിക്ക് കുറെ വിഷമൊക്കെ തോന്നിയിരുന്നു. ഇപ്പൊ ഗൾഫിൽ പോയി പുതു പണക്കാരനായി വന്നിരിക്കാണ് തന്നെ വിവാഹം ആലോചിക്കാൻ. എന്നാൽ താൻ അന്ന് ഒരു 100 ആവർത്തി പറഞ്ഞു തനിക്ക് വിവാഹം വേണ്ടെന്ന്. എന്നാ അച്ഛൻ അന്ന് ഗംഗേണ്ണെ വിളിച്ചു വരുത്തി. വളരെ മനസ്സ് വിഷമിച്ചിട്ടാണ് ഗംഗേണ്ണ അന്ന് തന്റെ അടുത്ത് സംസാരിച്ചത്. ഇത്രയും കാലം വൈജയ്, ഞങ്ങൾ നിന്നോട് ക്ഷമിക്കായിരുന്നു. പക്ഷെ അതൊന്നും തിരിച്ചറിയാൻ നിനക്ക് കണ്ണില്ല. ആരോടും പറയാതെ നീ തന്റെ ഇഷ്ടത്തിന് ഒരുത്തന്റെ കൂടെ പോയി.
താമസിച്ചു നീ ഗർഭിണിയായി. അച്ഛനെയും അമ്മയെയും കൂടപ്പിറപ്പുകളെയും നീ ഒന്നും ഓർത്തില്ല. നിന്നെ സ്നേഹിച്ചവരെല്ലാം നീ നിന്ദിക്കുകയും അപമാനിക്കുകയും ചെയ്തു. വിവാഹം കഴിക്കാതെ പ്രസവിച്ചവളാണ് നീ. അച്ഛനെ നീ എന്തുമാത്രം വേദനിപ്പിച്ചെന്ന് നീ ചിന്തിക്കുന്നുണ്ടോ? എന്നിട്ട് അച്ഛൻ നിനക്ക് സന്തോഷാകട്ടെ എന്ന് കരുതി ഒരു ജോലി പോലും നേടിത്തന്നു. നിനക്ക് വേണ്ടി അച്ഛൻ എന്തെല്ലാം ചെയ്തു. അതൊക്കെ മറന്നിട്ട് നിനക്ക് ഇപ്പോഴും നിന്റെ തന്നിഷ്ടാണോ വലുത്? മറ്റുള്ളവരുടെ വേദനയും വിഷമവും കാണാൻ നിനക്ക് കണ്ണില്ല. അച്ഛനോടും അമ്മയോടും കൂടപ്പിറപ്പുകളോടും കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നീ ബാലേന്ദ്രനെ വിവാഹം കഴിക്കാൻ തയ്യാറാകണം. അവനൊരു കുഴപ്പക്കാരനല്ല, അച്ഛന്റെ ആശ്രിതനായിരുന്നു. വളരെ അകന്നൊരു ബന്ധവും അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അച്ഛനെ ഓർത്തെങ്കിലും നീ അതിന് സമ്മതിക്കണം എന്നൊക്കെ ഗംഗേട്ടൻ പറഞ്ഞപ്പോ തനിക്ക് ആ വിവാഹത്തിന് സമ്മതം മൂളേണ്ടി വന്നു. നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. കതിർ മണ്ഡപവും ഒരു അറവുശാലയാണെന്നാ എനിക്ക് തോന്നിയത്. അവിടെ ഒരു ബലിമൃഗത്തെ പോലെയാണ് ഞാൻ ബാലേന്ദ്രന്റെ മുമ്പിൽ കഴുത്ത് നീട്ടി കൊടുത്തത് എന്നൊക്കെ ചിന്തിച്ച് 23 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന എല്ലാ കാര്യങ്ങളും വായിച്ചോടെ ഓർത്തെടുക്കാണ്. ഈ സത്യങ്ങളൊക്കെ എന്റെ മക്കളോ ബാലേന്ദ്രനോ അറിഞ്ഞാൽ ഒരു നിമിഷം പോലും ഞാൻ പിന്നെ ജീവിക്കില്ല. രോഹിത്തിന്റെ സംസാരത്തിൽ അവൻ എന്തൊക്കെയോ അറിഞ്ഞ പോലെയാ. എന്തായാലും അവന്റെ അടുത്ത് പോയി സംസാരിക്കാം എന്ന് പറഞ്ഞ് വായിച്ച നേരെ രോഹിത്തിന്റെ റൂമിലേക്ക് പോകും. വൈജയന്തിയുടെ ഒരു വരവിൽ രോഹിത്തിനാകെ ആശ്ചര്യമായി. അമ്മ അങ്ങനെ തന്റെ റൂമിലേക്ക് വരാറില്ല. അവൻ വൈജയന്തിയുടെ മുഖത്തേക്ക് വിസ്മയത്തോടു കൂടി നോക്കി. നീ ഉറങ്ങിയില്ല മോനെ എന്ന് വൈജി ചോദിക്കുമ്പോ രോഹിത് അവിടെ ചിന്തിക്കും, അമ്മ ഇങ്ങനെ സൗമ്യമായിട്ട് സംസാരിക്കാറില്ലല്ലോ, ഇപ്പോൾ എന്തു പറ്റി? കുറച്ചു മുമ്പ് കൂടി ദേഷ്യത്തിലല്ലായിരുന്നോ എന്റെ റൂമിൽ നിന്ന് പോയത് എന്നൊക്കെ ചിന്തിക്കുമ്പോ വൈജി ചോദിക്കും, നീ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല അമ്മേ. എന്നാ നീ ഇങ്ങോട്ട് ഇരി എന്ന് പറഞ്ഞ് വൈജി ഒരു കസാല എടുത്ത് വന്നെങ്കിലും വൈജി അതിലിരിക്കുന്നില്ല. അതിന്റെ പുറകിൽ നിന്നിട്ട് വൈജി ചോദിക്കും, ഇന്നലെ കുളത്തൂർപ്പുഴ പോയപ്പോ നിന്നോട് അച്ഛൻ വല്ലതും പറഞ്ഞോ എന്നവള് ചോദിക്കുമ്പോ രോഹിത്തിന് കാര്യം മനസ്സിലായി. ഞാൻ സത്യങ്ങൾ അറിഞ്ഞു കാണുമ്പോ എന്ന് അറിയാനായിരിക്കും അമ്മ ഇപ്പോ ഇങ്ങോട്ട് വന്നത് എന്ന് മനസ്സിൽ പറഞ്ഞ് രോഹിത്ത് പറയും, പറഞ്ഞു. അച്ഛൻ എന്നോട് പലതും പറഞ്ഞു. അതെന്തായെന്നാ ഞാൻ നിന്നോട് ചോദിച്ചത്. അപ്പൊ രോഹിത്ത് പറയും, നല്ല പോലെ പഠിക്കണം. അച്ഛന് ശേഷം കുടുംബം നോക്കേണ്ടത് ഞാനാണ്. ബബിതയും കൃഷ്ണമോളെയും നന്നായിട്ട് പഠിപ്പിക്കണം. അവർക്ക് നല്ല ഭാവി ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ പലതും പറഞ്ഞു. എല്ലാ ചുമതലകളും നിന്നെ ഏൽപ്പിച്ചിട്ട് നിന്റെ അച്ഛൻ എങ്ങോട്ട് പോകുന്നു? സന്യാസത്തിനോ? അപ്പൊ രോഹിത്ത് പറയും, സന്യാസത്തിന് വേറെ എവിടെ പോവണ്ടല്ലോ, ഇവിടെ തന്നെ സന്യാസമാണല്ലോ. അതേടാ, അത് എന്നെ തോൽപ്പിക്കാനല്ലേ? ഞാനാണല്ലോ ഏറ്റവും വലിയ ശത്രു. വീട്ടുവേലക്കാരി ആയിരുന്നില്ലേ കുറെ കാലം അവിടുത്തെ ഭരണാധികാരി? അത് മാത്രല്ലല്ലോ, പരിചരണക്കാരിയും സെക്രട്ടറിയും എല്ലാം അവളായിരുന്നല്ലോ. സ്വന്തം മക്കളുടെ കൈകൊണ്ട് ഒരു കപ്പ് ചായ കൊടുത്താൽ പോലും തൊണ്ടയ്ക്ക് താഴേക്ക് ഇറങ്ങത്തില്ലായിരുന്നു. എല്ലാത്തിനും അവളുടെ കൈ തന്നെ വേണമായിരുന്നു. അങ്ങനെ സുഖിച്ച് ഒടുവിൽ അയാൾക്ക് എന്നെ വേണ്ടതായി. അപ്പൊ രോഹിത്ത് പറയും, അമ്മയെ വേണ്ടതാക്കിയത് അച്ഛനല്ല, അമ്മ തന്നെയാ. അമ്മ ഇന്നേ വരെ അച്ഛനെ അനുസരിച്ചിട്ടുണ്ടോ എന്നവൻ ചോദിക്കുമ്പോ വൈജി ചോദിക്കും, ഞാൻ എന്തനുസരണക്കേടാണ് കാട്ടിയത്? പറ. നിന്റെ അച്ഛൻ നിലത്ത് നിൽക്കാൻ പറഞ്ഞപ്പോ ഞാൻ ചാടി മേശപ്പുറത്ത് കയറിയോ? ഇനി അതുകൂടെ ചെയ്യാനുള്ളൂ. അത്രമാത്രം അമ്മ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അമ്മയ്ക്ക് ഇഷ്ടപ്പെടാത്ത എന്ത് കാര്യം അച്ഛൻ പറഞ്ഞാലും ചെയ്താലും അമ്മയുടെ മുഖം കറുപ്പിക്കും. അതിന്റെ പേരിൽ എന്തെങ്കിലും മുള്ളു മൊനയും വെച്ച് അച്ഛന്റെ മനസ്സ് വേദനിപ്പിക്കും. അതേടാ, എനിക്കിഷ്ടപ്പെടാത്ത സംഭവങ്ങൾ കണ്ടാ ഞാൻ എതിർത്തൊന്നും സംസാരിച്ചെന്നൊക്കെ വരും. അല്ലാതെ മറ്റുള്ളവരെ സുഖിപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. അപ്പൊ രോഹിത്ത് പറയും, അച്ഛനിപ്പൊ അത് തന്നെയല്ലേ ചെയ്യുന്നേ? ഇഷ്ടമില്ലായ്മ മറച്ചു പിടിച്ച് അമ്മയെ സുഖിപ്പിക്കാനൊന്നും അച്ഛൻ വരുന്നില്ലല്ലോ. അച്ഛനെല്ലാം പുറത്തു കാണിക്കുന്നു. അതിലെന്താ തെറ്റ്? അമ്മയെ അത് തന്നെയല്ലേ ചെയ്യുന്നേ എന്നവിടെ രോഹിത്ത് ചോദിക്കുന്നുണ്ട്. അന്നേരം വൈജ പറയും, അങ്ങേർക്ക് എന്തുകൊണ്ടാടാ എന്നെ ഇഷ്ടമല്ലാതായത്? 22 കൊല്ലമില്ലാത്ത ഇഷ്ടക്കേടാണ് ഇപ്പൊ വന്നത്. ഇത്രയും കാലം ഞാൻ വേണമായിരുന്നു. എന്റെ ചോരയും നീരും വറ്റി കഴിഞ്ഞപ്പോഴാണ് അങ്ങേർക്ക് എന്നെ വേണ്ടതായത്. അടുക്കളക്കാരി സുന്ദരിയാണെന്ന് കണ്ടപ്പോ മധ്യവയസ്കാരിയായ എന്നെ വേണ്ട, അതല്ലേടെ സത്യം? അല്ലമ്മേ, അതല്ല സത്യം. അമ്മ ഇത്രയും കാലം അച്ഛനെ സഹിക്കുകയായിരുന്നില്ലേ? എനിക്ക് ഓർമ്മ വെച്ച അന്ന് മുതൽ അമ്മ അച്ഛനോട് അല്പം ബഹുമാനം കാണിച്ച് ഞാൻ കണ്ടിട്ടില്ല. അമ്മയ്ക്ക് അച്ഛനോട് എപ്പോഴും ദേഷ്യം വെറുപ്പ് മാത്രമായിരുന്നു. അമ്മയുടെ താല്പര്യങ്ങളെല്ലാം അച്ഛന് മേൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നു. അങ്ങനെ സഹിച്ച അച്ഛന് അമ്മയുടെ അടുത്തുള്ള സ്നേഹം അങ്ങ് ഇല്ലാണ്ടായത്. രോഹിത് വിശദീകരിച്ചു. അങ്ങനെ പറഞ്ഞോടാ നിന്റെ അച്ഛൻ ഇനി അമ്മയെ വേണ്ടെന്ന് ഇത്ര കാലം സഹിക്കുകയായിരുന്നെന്ന്. ഇനിയിപ്പോ അത് പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടോ അമ്മേ? അമ്മയെ ഞങ്ങൾ തന്നെ എന്തുമാത്രം സഹിച്ചിട്ടുണ്ട്. അമ്മയുടെ ദേഷ്യം, അമ്മയുടെ കുത്തുവാക്കുകൾ. അതേടാ, നീയൊക്കെ ഇത് തന്നെ പറയണം. നിന്നെയൊക്കെ വളർത്തി ഇത്രയാക്കിയതിന് എനിക്കൊക്കെ ഇത് തന്നെ കേൾക്കണം. നീയൊക്കെ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. നിനക്കറിയോ,
എന്റെ മുലപ്പാല് കുടിച്ചിട്ടാ നീയൊക്കെ വളർന്ന് ഇത്ര ആയത്. മലത്തിലും മൂത്രത്തിലും കിടന്ന് നിലവിളിക്കുമ്പോ എടുത്തോണ്ട് പോയി കുളിപ്പിച്ച് ചൊരുക്കി കൊണ്ടു നടക്കുമായിരുന്നു. നിനക്കൊക്കെ അസുഖം വരുമ്പോ ഉറക്കം പോലും ഒഴിച്ചത് നിന്റെ അച്ഛനല്ല, മറിച്ച് ഞാനായിരുന്നു നിന്നെയൊക്കെ ഉറക്കം ഒഴിച്ച് നോക്കിയത്. നിനക്കൊക്കെ വേണ്ടി ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്. നന്ദി കെട്ടവനെ. മതി അമ്മേ, അമ്മ കൂടുതലൊന്നും പറയണ്ട. ഇതൊക്കെ എല്ലാ അമ്മമാരും മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാ. ഇതിലിപ്പോ പ്രത്യേകിച്ച് അങ്ങനൊന്നും പറയാനില്ലല്ലോ. ഹോ, അപ്പൊ ഞാൻ നിന്നെ ഇത്രയൊക്കെ നോക്കി വളർത്തിയത് ഇപ്പൊ നിനക്കൊന്നും ഒരു വിലയില്ല അല്ലേടാ. അച്ഛനാകും ഇപ്പൊ നിന്റെ മുമ്പിൽ മഹാത്യാഗി. അതെ, സംശയം എന്താ? അച്ഛൻ തന്നെയാ മഹാത്യാഗി. അച്ഛൻ പല സത്യങ്ങൾ അറിഞ്ഞിട്ടും അച്ഛൻ ചിലരൊക്കെ അടിച്ചു പുറത്താക്കാത്തത് അത് ചിലരുടെയൊക്കെ ഭാഗ്യം എന്ന് കരുതിക്കോ. എന്ത് സത്യം, എന്ത് സത്യടാ അച്ഛൻ അറിഞ്ഞത്? അച്ഛൻ എന്നെ പുറത്താക്കാത്തതാണോ നിന്റെയൊക്കെ സങ്കടം? ഹോ, ഞാനത് മറന്നു. ഞാൻ ഇവിടുന്ന് പോയാലാണല്ലോ നിങ്ങൾക്കൊക്കെ ആ ഒരു പെട്ടവളെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ പറ്റൂ. എന്നാ നീ കേട്ടോ, ഞാൻ എന്തായാലും ഇവിടുന്ന് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഇപ്പൊ നിന്റെ അച്ഛൻ അവളെ ഇവിടെ കയറ്റി പൊറപ്പിക്കണ്ടടാ എന്നൊക്കെ ദേഷ്യത്തിൽ പറഞ്ഞ് വൈജയന്തി അങ്ങ് അകത്തേക്ക് പോകുന്നത് കാണിച്ചാണ് ഈ ഒരു അടിപൊളി എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എന്തായാലും വരാനിരിക്കുന്നത് അടിപൊളി എപ്പിസോഡുകളാണ്. അപ്പോൾ ഈ ഒരു ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.